Hello friends, welcome back to our channel. മാമ്പഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇന്നും മാമ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാമ്പഴവും ബ്രെഡ് ഉണ്ടെങ്കിൽ ആർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ രസമലായിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുത്ത് അവരെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. അത് അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാംഗോ രസമലായി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്തിട്ടുള്ള മാമ്പഴമാണ്, നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാമ്പഴം ഒന്ന് പൾപ്പാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ലോണം പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് തന്നെ തോല് കളഞ്ഞിട്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് മെനക്കെട്ട പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തോലൊന്നും കളയാണ്ട് ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി കത്തിയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇത് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ആ മാംഗോയുടെ ആ പൾപ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി സ്പൂൺ വെച്ചിട്ട് ഞാനിത് ഈ പൾപ്പ് ഡയറക്റ്റായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാമ്പഴം എത്ര എടുക്കണം എന്നുള്ളത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നോക്കിയാൽ മതി. ഞാനിപ്പോൾ 3 എടുത്തിട്ടുണ്ട്. പക്ഷേ 3 നമുക്ക് പൾപ്പാക്കി എടുക്കേണ്ട ആവശ്യമില്ല. 2 നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 മാമ്പഴവും ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പൊടിക്കാതെയും പഞ്ചസാര ഉപയോഗിക്കാം, പക്ഷെ പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പഞ്ചസാര അലിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 ലിറ്റർ അളവിൽ തണുപ്പിച്ചാറ്റിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ പാലെടുക്കുമ്പോൾ ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല, തണുത്ത പാൽ തന്നെ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടിച്ച് വെച്ച് പഞ്ചസാരയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഒരു പഞ്ചസാര പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ടി വരില്ല, ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പൊടിച്ച് പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഇതുപോലെ പെട്ടെന്ന് തന്നെ പഞ്ചസാര അലിഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാലിന് കുറച്ചുകൂടി ഒരു തിക്നെസ്സും അതുപോലെ ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് പാൽപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഞാൻ പാൽപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പം അത് അലിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിസ്ക് എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാൽപ്പൊടി നമുക്ക് അലിഞ്ഞ് കിട്ടിക്കോളും. ഇത് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പാൽപ്പൊടിയുടെ കട്ടകളൊക്കെ പോയി നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോയുടെ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മാംഗോയുടെ പൾപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര നോക്കുക. നമുക്ക് മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴം ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് മതിയാവും. ഇനിയിപ്പോൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരുപാട് തിക്കായും പോകരുത്, എന്നാൽ ഒരുപാട് ലൂസായും പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം വെക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കാഷ്യൂനട്ടൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണോ ഉള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് കുറച്ചുകൂടെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കുക്കി കട്ടറോ ഇല്ല ഒരു ഗ്ലാസ്സോ എന്താണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു എഡ്ജ് കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം, റൗണ്ട് ഷേപ്പിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഈ ബ്രെഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ടായി കിട്ടിക്കോളും. ഇതാണല്ലേ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും.
അപ്പോൾ നമുക്ക് എത്ര എണ്ണമാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡ് പോർഷൻ വേസ്റ്റ് ആവുമൊന്നുമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഒരു മലായുടെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് പാട വരുമല്ലോ, ആ പാടകൾ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു ക്രീമും നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നമുക്ക് നേരത്തെ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര ചേർക്കേണ്ട, ഓൾറെഡി അതിൽ നല്ല മധുരം ഉണ്ടായിരിക്കും. ഇനി പഞ്ചസാര ഇട്ടതുപോലെ നന്നായി മെൽറ്റായി വരുമ്പം ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് തേങ്ങാപ്പൊടിയാണ്, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തേങ്ങയുടെ ആ ഒരു ബ്രൗൺ പോർഷൻ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മാമ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വല്ലാണ്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവരുത്, ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത് ഫില്ലിങ്ങിനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസ് ഓരോന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലൊന്ന് ക്രീം തേച്ച് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതുപോലൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 എണ്ണത്തിനുള്ളതാണ് റെഡിയാക്കി എടുക്കുന്നത്. അതായത് 12 സ്ലൈസ് ബ്രെഡാണ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രസമലായി സെറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റോ ഒരു ട്രേയോ എന്തെങ്കിലും എടുത്ത് വയ്ക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോൻ്റെ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു 2-3 തവിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ ക്രീമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 5 എണ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഈ ഒരു പ്ലേറ്റിൽ 5 എണ്ണേ കറക്റ്റ് കൊള്ളുള്ളൂ, അല്ലെങ്കിൽ വല്ലാണ്ട് കുത്തി നിറഞ്ഞ് പോകുമ്പോൾ നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള മാംഗോ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മാംഗോ സിറപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ആവശ്യം വരില്ല. കാരണം ഇപ്പോൾ ഞാൻ കഴിക്കേണ്ട ഒരു പാകത്തിന് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാംഗോൻ്റെ ജ്യൂസ് ആ ബ്രെഡ് ഫുള്ളായിട്ടും ഇതുപോലെ കവർ ചെയ്യത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോയിൽ നിന്ന് ചെറിയൊരു പീസസ് ഞാൻ മാറ്റി വെച്ചിരുന്നു. അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ രസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആർക്കാണെങ്കിലും ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ലുക്കാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് തന്നെ ഈ മാംഗോൻ്റെ ജ്യൂസ് ഈ ഒരു ബ്രെഡ് അബ്സോർബ് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് വല്ലാണ്ട് തിക്കായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സോക്കായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലൂസിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു ബാക്കിയുള്ള ആ ഒരു പീസ് ഞാനൊരു കുഞ്ഞു പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൊന്നുവിന് പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരി എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം പ്ലേറ്റിലാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരെണ്ണം അപ്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു രസമലായി ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഈ ജ്യൂസ് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരിക്കലും പറയില്ല ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത്. അത്രയ്ക്ക് നല്ല ജ്യൂസി ആയിട്ടായിരിക്കും ഉള്ളിലും ഉണ്ടാവുക. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മാംഗോ രസ്മലായിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ. അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.